റിപ്പോർട്ട് സ്വാഭാവികമായും ഞങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്നാണ് പിന്നെ ഞങ്ങൾ അറിയിക്കുക. കാരണം ഞങ്ങൾക്ക് ചില എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. അത് ജുഡീഷ്യൽ പവർ ഉള്ളതല്ല, അത് ആരോപണം മാത്രമാണ്. അത് മാത്രമല്ല, ആരോപണം ഉന്നയിച്ചവരാരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. കാരണം ചില പ്രധാനമായി നിൽക്കുന്നവരെക്കാൾ അപ്പുറം ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ട്രിവാൻഡ്രത്ത് കുറച്ച് പേര് എടുപ്പിക്കുകയും എറണാകുളത്ത് ഭൂരിപക്ഷം ആൾക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഇവിടെ വന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തേടിയ സമയത്ത് ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് ഇവരെ വിടുകയാണ്. ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇന്ന തന്നെ ആക്ഷേപങ്ങൾ പറയണം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ WCCയുടെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട ആൾക്കാരും തന്നെ മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിൽ പ്രധാന നടി പറഞ്ഞു ഇവിടെ ലൈംഗിക പീഡനമില്ല. അപ്പോൾ പറയാം അത് അതിശയിപ്പിച്ചെന്ന്. എന്ത് അതിശയിപ്പിച്ചു? ലൈംഗിക പീഡനം ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെ അതിശയിപ്പിക്കുന്നത്? അപ്പോൾ ലൈംഗിക പീഡനം ഉണ്ടെന്ന് പറയണോ? അതാണോ ശരി? സിനിമയെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ലോകത്തെല്ലാ മേഖലകളിലും പുഴുക്കുത്തുകളുണ്ട്, മോശപ്പെട്ട പ്രവൃത്തിയുണ്ട്. ലോകത്തെല്ലായിടത്തും പോലീസുണ്ട്, കോടതിയുണ്ട്. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അല്ലേ? കേരളത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ കോടതിയുണ്ട്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ തന്നെ 5-6 പോലീസ് സ്റ്റേഷനുണ്ട്. അതുകൊണ്ട് കുറ്റകൃത്യം നടക്കുന്നില്ലേ? ഡോക്ടർമാരുടെ ഇടയിലില്ലേ? ഏറ്റവും കുറ്റകൃത്യം നടക്കാത്ത, ഇങ്ങനെയുള്ള ലൈംഗിക അപവാദം വരാത്ത മേഖല ഏതാണ്? ആത്മീയ മേഖലയാണ്. ഈ ആത്മീയ മേഖലകളില്ലേ? അതുകൊണ്ട് ആത്മീയ മേഖല എല്ലാവരും മോശക്കാരാണോ? സിനിമയെ ഒന്നടങ്കം മോശക്കാരാക്കേണ്ട കാര്യമില്ല. സിനിമയിൽ വന്ന സ്ത്രീകളെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ കൊട്ടേഷൻ കൊടുത്തിരിക്കുക. എന്താ ഇൻവേർട്ടർ കോമലിട എന്താണ് സഹകരിക്കുന്നവർ? അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി. മലയാള സിനിമയിൽ അഭിനയിച്ചല്ല സഹകരിക്കുന്നവരാണോ? അത് ഇവിടുത്തെ സ്ത്രീകളോടുള്ള അപമാനമല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? പിന്നെ മലയാള സിനിമയിൽ പ്രശ്നമുണ്ടില്ലെന്ന് ആര് പറഞ്ഞു? അങ്ങനെ കാണുമെന്ന് ചില ഞരമ്പ് രോഗികൾ കാണും മലയാള സിനിമയിൽ. അവർ ചെയ്ത പാപങ്ങളെല്ലാം പേരാൻ ഞങ്ങൾക്ക് ദൗര്യമില്ലല്ലോ. ഇവിടെ എല്ലാം വിദ്യാഭ്യാസമുള്ള തറവാടികളെ വിടി. നിങ്ങൾ നോക്കിയേ, ഇവിടെ തറവാടികളല്ലേ ഇരിക്കുന്നത്. സിനിമ പ്രൊഡ്യൂസർമാരും തിയേറ്ററുകാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തറവാടികളല്ലേ. ഇതിനകത്ത് ആരാ സാമൂഹിക വിരുദ്ധമുള്ള പറ? ഏതെങ്കിലും പെറ്റിക്കേസിൽ പെട്ടവരിനകത്തുണ്ടോ? ഇല്ലല്ലോ. പിന്നെ മലയാളത്തിലെ സിനിമയിലെ എല്ലാവരും പിന്നെ എന്താ പറഞ്ഞേ? ഞങ്ങളെല്ലാം ഗുണ്ടകളാണ്, മാഫിയാണ്. എന്നാ മാഫിയ? ഇവിടെ ലോൺ അടയ്ക്കാൻ മാസം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാഫിയ. ചുമ്മാ അങ്ങ് അടിച്ചു കയറി ഹൈപ്പിന് വേണ്ടിയിട്ട്. ഇതൊന്നും ശരിയല്ല. പിന്നെ എല്ലാ മേഖലയിലും ഇല്ലേ? പോലീസുകാരുടെ ഇല്ലേ? രാഷ്ട്രീയക്കാർ കുറ്റത്തോട് കുറ്റമാണ്. രാഷ്ട്രീയ മേഖലയിൽ തെറ്റ് ചെയ്യുന്നവരില്ലേ? അതുകൊണ്ട് ആ രാഷ്ട്രീയ മേഖല മൊത്തം മോശക്കാരാണ്. ഒരാൾ ചെയ്ത തെറ്റിന് മറ്റുള്ളവരെ ഒന്നടങ്കം ഒരു ഇൻഡസ്ട്രിയെ മോശമാക്കേണ്ട കാര്യമില്ല. അത് മോശമാണ്. ഉണ്ട്, തീർച്ചയായിട്ടും സംശയമായിരിക്കുന്നു. തെറ്റുകൾ നടക്കാൻ പാടില്ല. ഒരു സംഘടന എന്തോ ഞങ്ങളല്ല തിരുത്തേണ്ടത്. ആ ആള് വന്ന് ഇത് ആരാണ് തെറ്റ് ചെയ്തത്? 10,000-കണക്കിന് പേര് പ്രവർത്തിക്കുന്നുണ്ട്. അവരോടെല്ലാം സ്വഭാവ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഇരിപ്പില്ലേ? നിങ്ങളിൽ ഏതൊക്കെ സ്വഭാവക്കാർ ഞങ്ങളെങ്ങനെ അറിയുന്നത്? ചാനൽ റൂമുകളിലില്ലേ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ? ഇതൊക്കെ ഉണ്ടാവും. മനുഷ്യരല്ലേ? എല്ലാ മനുഷ്യരും നല്ലവരായിരുന്നെങ്കിൽ ഈ ലോകത്ത് കോടതി വേണ്ടായിരുന്നല്ലോ. എല്ലാ മനുഷ്യരും നല്ലവരായിരുന്നെങ്കിൽ ഈ ലോകത്ത് പോലീസ് വേണ്ടായിരുന്നല്ലോ. ഇവിടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. മനുഷ്യരൊന്നും പൂർണ്ണരല്ലല്ലോ. അതുകൊണ്ട് 10,000-കണക്കിന് പേർ പ്രവർത്തിക്കുന്ന ഒരു മേഖല സിനിമ. അതിൽ വരുന്നവരെല്ലാം സ്വഭാവ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരണം. അല്ല, അത് ഞങ്ങളുടെ ലോ ആൻഡ് ഓർഡർ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതല്ല. അറിയണം. അവരാരാണെന്ന് പറയട്ടെ. അത് ഞാൻ പറയട്ടെ. ഹേമ കമ്മീഷൻ അല്ല, ഹേമ കമ്മിറ്റി ആണ്. ഒരു പഠന റിപ്പോർട്ടാണ്. ഈ പഠന റിപ്പോർട്ടിൽ മലയാള സിനിമയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ, പ്രത്യേകിച്ച് സെക്സ്വൽ ഹറാസ്മെൻ്റ് ആണല്ലോ അവർ പ്രധാനമായി അജണ്ടയാക്കിയത്. അല്ല മറ്റ് പ്രശ്നങ്ങളല്ലല്ലോ. മലയാള സിനിമയെ ഉദ്ധരിച്ച് കളയാം എന്നായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് 2 റിപ്പോർട്ട് ഇരിപ്പുണ്ടല്ലോ ഷോ കേസിൽ ഗവൺമെൻറ്റിൻ്റെ. നിങ്ങളെന്തേ അതേക്കുറിച്ച് പറയാഞ്ഞത്? ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നല്ലേ? ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് മലയാള സിനിമയ്ക്ക് ഗുണകരമായ മാറ്റം ചെയ്യണമെന്ന് നിങ്ങളെന്തേ പറയാഞ്ഞത്? അപ്പോൾ നിങ്ങൾക്ക് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ പലർക്കും മതി. ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ, മോശപ്പെട്ട കഥകളും ഉണ്ടാക്കി, ഹൈപ്പ് ഉണ്ടാക്കി, നമുക്ക് കൂടുതൽ റേഞ്ച് ഉണ്ടാക്കി, കൂടുതൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കി. ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തോട് സാധാരണക്കാർക്കെല്ലാം ഇഷ്ടമാണ്. കാരണം ഈ മേഖലയിൽ നടക്കുന്നത് എന്താണ് എന്നറിയാൻ ആൾക്കാർക്ക് ആകാംക്ഷയുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ സമൂഹത്തിൽ ഇന്നിപ്പോൾ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ എടുക്കാം, 100 പെണ്ണ് കേസിലും വന്ന് കാണുമല്ലോ, ഇല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ടേ? മലയാള സിനിമയിൽ ഒരു നിസ്സാര കാര്യം ഉണ്ടായാലും അത് പൊരിപ്പിച്ച് കാണിക്കും. കാരണം സിനിമാ ലോകത്ത് ഒന്നും എന്തില്ല, രഹസ്യങ്ങളില്ല. ഇതാ സത്യം. പിന്നെ ഞങ്ങളുടെ മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവരെ തുറന്നു കാണിച്ചാൽ അപ്പം ഞങ്ങൾ ശിക്ഷിക്കും. ICC അതുപോലെ തന്നെ ICC ഇല്ല. ഇതെന്തൊരു മോശമാണ്. ICC നിന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഈ ഫിലിം ചേംബറിന്റെ മിനിറ്റ്സ് എടുത്ത് കാണിക്കാം, നിങ്ങൾക്ക് കാണണോ? എല്ലാ മാസവും ICC കൂടുന്നുണ്ട്. പിന്നെ ICC പ്രവർത്തിക്കുന്നില്ല. എന്താ പ്രവർത്തിക്കാത്ത കാരണം? കംപ്ലൈൻറ്റ് ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കുന്നത്? ഒരു കംപ്ലൈൻറ്റ് വരട്ടെ. കംപ്ലൈൻറ്റ് വരാതെ ICC എങ്ങനെ പ്രവർത്തിക്കുന്നത്? എല്ലാ യൂണിറ്റുകളിലും ഒരു ലൊക്കേഷനെ ഒരു യൂണിറ്റായി എടുത്തുകൊണ്ട്, ഒരു വർക്ക് പ്ലേസ് ആയിട്ട് എടുത്തുകൊണ്ട് അവിടെ ICC രൂപീകരിച്ചതിന് ശേഷം മാത്രം ഫിലിം ചേംബർ പ്രൊഡ്യൂസർ അസോസിയേഷനും ആ പടത്തിന് സാക്ഷ്യം കൊടുക്കുന്നത്. അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കംപ്ലൈൻറ്റ് പറയുന്നില്ല. കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യണം? EM പൂശാനുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വിളിച്ചു വെച്ചുകൊണ്ടിരിക്കണം കംപ്ലൈൻറ്റ് ഉണ്ടെന്ന്. അവിടെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ഓൾറെഡി എല്ലാ വണ്ടികളിലും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും മൈക്കെടുത്ത് വിളിച്ച് പറയാണോ ആരെങ്കിലും പരാതിക്കാരുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണ്ടേ? ഇത് ഒരു ലോയുള്ള രാജ്യമല്ലേ?
ഞങ്ങൾക്ക് ആ പേരുകൾ എങ്ങനെ ചെയ്യണം ഞങ്ങളുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ച് പറയും. എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്കല്ല. ഫിലിം ചേംബർ എൻ്റെ ഫാമിലി ട്രസ്റ്റ് ഒന്നുമല്ല. ഞങ്ങളിവിടെ പ്രമുഖ നേതാക്കന്മാരിപ്പോൾ ഞങ്ങളൊക്കെ ജൂനിയേഴ്സാണ്. ഞങ്ങളൊക്കെ തലവട്ടപ്പരായിരിക്കുന്നത്. ഞങ്ങൾ ആലോചിക്കും. ജനറൽ ബോഡി കഴിഞ്ഞ് ഞങ്ങൾ ആലോചിക്കും. എന്തായാലും മലയാള സിനിമ ഇങ്ങനെ വഴിയിലിട്ട് തല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മാന്യന്മാരൊന്നും മറ്റുള്ളവരൊന്നും മാന്യന്മാരല്ല. അത് മനസ്സിലല്ലേ? ഓരോൻ്റെ കയ്യിൽ ചട്ടി നടന്നിട്ട് മറ്റുള്ളവരെ മന്ദാന്ന് വിളിക്കുന്ന പരിപാടി നിർത്തിയത് എല്ലാ മേഖലയും നല്ലതല്ലേ? അപ്പോൾ നിങ്ങൾ വേണേൽ പച്ചയ്ക്കാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ മേഖലകളിൽ പല ചാനലുകളിൽ മാറി പറഞ്ഞു പോയതിൻ്റെ കാരണം എന്താ? ലൈംഗിക പീഡനമല്ലേ? അതിനെ പറയാത്ത പച്ചയ്ക്കാൻ പറയും. അതുകൊണ്ട് ഇതൊന്നും പറയണ്ട. ഞങ്ങളുടെ മേഖലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കണ്ടുപിടിച്ചാൽ അവരെ വെളിയിലോട്ട് ഞങ്ങൾ ആക്കും. പക്ഷെ കണ്ടുപിടിക്കണം. ഞങ്ങളെങ്ങനെ പേര് വെളിപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ പത്രക്കാർ പറയുന്ന കാര്യമാണല്ലോ ഉണ്ടെന്ന്. അവരെ പറഞ്ഞു വാ. ഞങ്ങൾ കണിയന്മാരാണോ? ദൈവം പറയാൻ പണിയുണ്ടോ ഞങ്ങൾക്ക്? ഏമ കമ്മിറ്റി ദുരൂഹമാണ്. ഏമ കമ്മിറ്റിയിലെ ഈ പറഞ്ഞ പരാതി കൊടുത്തവർ ശരിയായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെന്ന് സംശയമുണ്ട് ഞങ്ങൾക്ക്. അതിന് അടൂർ പറഞ്ഞു എന്തോ ഫിലിം ചേംബർ നിലപാടല്ല, എൻ്റെ സ്വകാര്യ നിലപാടാ. എൻ്റെ നിലപാടാ. ഏമ കമ്മിറ്റിയിൽ എൻ്റെ നിലപാടാണ് എനിക്ക് പറയുന്നത്. എന്റെ നിലപാടേ ഉള്ളൂ. ചേംബറിന്റെ നിലപാട് ഓൾറെഡി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ചേംബർ ജനറൽ സെക്രട്ടറി ലാസ്റ്റ് വേർഡ് അല്ല. ഞങ്ങളുടെ കമ്മിറ്റിയുണ്ട്, കൂട്ടുത്തരവാദിത്തമുള്ള കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ചർച്ച കഴിച്ച് പറയാം. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ മാറി തരണം. അല്ല, അത് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾക്ക് പല കാര്യം ചർച്ച ചെയ്യാമല്ലോ. ഒരു വർഷത്തിലൊരിക്കലും ജനറൽ ബോഡിയല്ലേ സൂപ്പർ പവർ എന്തോ. അല്ല, അത് ഞങ്ങൾ എൻ്റെ വിധിയല്ലേ പറഞ്ഞത്, എൻ്റെ വ്യൂ അല്ലേ പറഞ്ഞത്. എൻ്റെ വ്യൂ ആയിരിക്കില്ല ഇദ്ദേഹത്തിന്. ആയിരിക്കുമോ? താജുദ്ദീൻ എൻ്റെ ആ വ്യൂ ആയിരിക്കും അല്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വ്യൂ അല്ലാതെ കൂടിയിട്ട് ഭൂരിപക്ഷ വ്യൂ ഏതാണ്? അതായിരിക്കും ഞങ്ങളുടെ അഭിപ്രായം.